വിപ്ലവകരമായ ചുവടുവെപ്പുമായി കട്ടപ്പന നഗരസഭ. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ഡബിൾ ചേംബർ സാനിറ്ററി പാഡ് ഇൻസിനേറ്റർ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ആരംഭിക്കുന്നു. 90 ലക്ഷം മുടക്കി പുളിയമലയിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ 17-ന് 3 മണിക്ക് നഗരസഭാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി നിർവഹിക്കും. മലയോര മേഖലയിലെ ശുചിത്വപാലനത്തിലും അജൈവ മാലിന്യ സംസ്കരണത്തിലും വലിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ട് കട്ടപ്പന നഗരസഭ മുന്നേറുകയാണ്. ഇടുക്കി ജില്ലയിൽ ആദ്യമായി പ്രതിദിനം 1 ടൺ സംസ്കരണ ശേഷിയുള്ള ശാസ്ത്രീയ ഡബിൾ ചേംബർ സാനിറ്ററി പാഡ് ഇൻസുലേറ്റർ പദ്ധതി കട്ടപ്പനയിൽ നിർമ്മിക്കുകയാണ്. പുളിയമല പോർട്ടർ ഹൌസിന് സമീപമാണ് 90 ലക്ഷം രൂപ മുടക്കി അത്യാധുനിക പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത്. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി പ്ലാന്റ് പൂർണ്ണമായി നാടിന് സമർപ്പിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രതിസന്ധികളും സമാനമായ മറ്റു സംസ്കരണ സൗകര്യങ്ങളുടെ അഭാവം മൂലം ഉപയോഗിച്ച സാനിറ്ററി പാഡുകൾ സുരക്ഷിതമായി സംസ്കരിക്കാൻ പ്രയാസപ്പെടുന്ന മലയോര ജനതയ്ക്ക് ഈ പദ്ധതി വലിയൊരു ആശ്വാസമാകും. ഡബിൾ ചേംബർ ഇൻസിനേറ്റർ എന്നുള്ള പ്രോജക്റ്റ് കട്ടപ്പന നഗരസഭ ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ്. അതിന് ഏതാണ്ട് 90 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നൊരു പ്രോജക്റ്റാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് മാർച്ച് മാസത്തിന് മുമ്പായി അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന നിലയിൽ അതിൻ്റെ ക്രമീകരണങ്ങളായിട്ടുണ്ട്. ആ പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് പുളിയമലയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ആ വിവരം എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഡബിൾ ചേംബർ ഇൻസുലേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും യാതൊരുവിധ പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ വിഷവാതകങ്ങളോ പുറത്തു വരാതെ കളക്ട് ചെയ്യുന്ന സാനിറ്ററി പാഡുകൾ നശിപ്പിച്ച് കളയാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അത് ശുചിത്വ മിഷൻ്റെ അംഗീകാരത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റാണ്. 17-ാം തീയതി തിങ്കളാഴ്ച 3 മണിക്ക് പുളിയമല സ്പോർട്സ് ഹൌസിന് സമീപം ഡബിൾ ചേംബർ ഇൻസുലേറ്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി നിർവഹിക്കും. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം ചെയർമാനാണ് നിർവഹിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. പൂർത്തീകരിക്കുന്ന സമയത്ത് വലിയ പബ്ലിസിറ്റിയോടുകൂടി ഈ ഹൈറേഞ്ച് പ്രദേശത്ത് ആകെ അതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കത്തക്ക നിലയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിബി പാറപ്പായി, മനോജ് മുരളി, ബീന സിബി, സിജിമോൾ ഷാജി, വാർഡ് കൗൺസിലർ VR സജി, സെക്രട്ടറി അജി കെ തോമസ്, അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അജ്മൽ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തോമസ് മൈക്കൽ, കൗൺസിലർമാരായ ബീന ടോമി, KT ജയൻ, ലിസി ജോണി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.